ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് വൻപയർ പ്ലസ് സോയാബീൻ ഈസ് ഈക്വൽ ടു കറി. എന്ത് കറി എന്ന് ചോദിച്ചത്, കറിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, എനിക്ക് അറിയില്ല. ഇതാണ് ആ വൻപയർ. കണ്ട് സാധനം കാട്ടി കുറച്ച് എളുപ്പമുണ്ട്. എന്ത് ടൈപ്പാണെന്ന് എനിക്കറിഞ്ഞൂടെ. പിന്നെ നമ്മളെ സോയാബീൻ വലുത് പൊരിച്ചത്, പൊരിച്ചത്. അപ്പോൾ ഈ എണ്ണ ചൂടാക്കിന് അതിക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ ഞാൻ വെളുത്തുള്ളി ഇടുക, ആ ചൂടാക്കുമ്പോൾ ഇഞ്ചി കൊണ്ട് ഇടുക, ഇത്ര തന്നെ. എന്നിട്ട് അത് രണ്ടും കൂടി ഇളക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ കഥാപാത്രം ഉള്ളി ഇടുക. ഇനി അത് ഉള്ളി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാതിരിക്കും, ചെയ്യും മിക്സ് ചെയ്യുക. ഇത് ഒരു കളറായി വരുമ്പോൾ, ഏത് കളർ എന്ന് വെച്ചാൽ വരുന്ന കളർ അത്ര തന്നെ. ഏകദേശം ഈ കളറായി വരുമ്പോൾ തക്കാളി അങ്ങോട്ട് ചേർക്കുക. വൈബാണ്. തക്കാളി എടുത്തിട്ട് അതും കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൻ്റെയാണ്. ജീപ്പിലൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടിങ്ങനെ പോണതിൻ്റെയാണ്. മൈൻഡ് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഇങ്ങനെ അത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ സോയാബീൻ ഉണ്ട് ഇടുക. ഓഹോ, കളറൊക്കെ അത് പൊരിച്ച സാധനം. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അതും മിക്സ് ചെയ്യുക. പുള്ളി മിക്സ് ചെയ്യൽ തന്നെ ഉള്ളു. ഇതിൽ കുറേ കാര്യം എന്ത് ചെയ്യുക, ചെയ്തല്ലേ പറ്റൂ. അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് വെന്തേനാശമുള്ള കോലാണിത്. വെള്ളമൊക്കെ ഒന്നൊക്കെ പറ്റി തേക്കണി. നെയ്യിൽ വെക്ക് വൻപയർ കണ്ട് ഇടുക. ആ ഇട്ട വൻപയറും കൂടി വീണ്ടും മിക്സ് ചെയ്യുക. പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷെ മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇക്കറില്ലേ, അമ്മയ്ക്ക് അറിയുള്ളൂ, അമ്മ ചെയ്യുന്നാളി, ഞാൻ ഡബിങ് മാത്രമേ. അപ്പോൾ അതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതും കൂടി ഇടുമ്പോൾ ചീനച്ചട്ടി കണ്ണ് തിളയ്ക്കണം കാണണം. പെടും. അതിലൊന്ന് കഴിച്ചും കൂടി വീണാൽ ശുഭം. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ച് റെഡിയാവണം. ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ശരി, ബൈ.